ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 40, 41, 42 തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും: നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവന് മേലങ്കു കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പറയാണ്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഇത് നടക്കുന്ന കാര്യമാണോ? മേലങ്കി കൂടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മേലങ്കി വരെ അവർ ഉരിഞ്ഞെടുത്തു, വസ്ത്രം ഉരിഞ്ഞെടുത്തു, കർത്താവ് വിട്ടുകൊടുത്തു. മാനുഷികമായ അവസ്ഥയിൽ നമുക്ക് സാധിക്കുമോ? പ്രിയ സഹോദരങ്ങളെ, സാധിച്ചിട്ടുള്ളവരാണ് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായ ശിഷ്യന്മാരെല്ലാവരും, തിരുസഭയിലെ രക്തസാക്ഷികളെല്ലാവരും, തിരുസഭയിലെ വിശുദ്ധരെല്ലാവരും. ഇന്ന് ലോകത്തിൻ്റെ ഓരോ മേഖലകളിലും അനേകം വ്യക്തികൾ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം വിശ്വാസികളും വിശുദ്ധരും ജീവിച്ചിരിപ്പുണ്ട് ലോകത്തിൻ്റെ പല മേഖലകളിലും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യന് സാധിക്കുന്നത്? മാനുഷികമായ അവസ്ഥയിൽ ചിന്തിച്ചാൽ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കാൻ തയ്യാറാകും. അഥവാ എടുത്തുകൊണ്ട് പോയാലും അവനോട് യാതൊരുവിധ വിരോധവും ഉണ്ടാകത്തില്ല. നീ ആവശ്യത്തിന് കൊണ്ടുപോക്കോ, എല്ലാം കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു കൊടുക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി മാറ്റപ്പെടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ. അതുപോലെ 1 മൈൽ ദൂരം പോകാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? 2 മൈൽ ദൂരമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സമയം കണ്ടെത്താറുണ്ടോ? മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ടോ? അതുപോലെ തന്നെ വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഏതെങ്കിലും വ്യക്തി അത്യാവശ്യമായിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് വന്നാൽ, വായ്പ വാങ്ങുവാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാതെ അവന് പങ്കുവെച്ച് കൊടുക്കുവാൻ, ഉള്ളതിൻ്റെ ഓഹരി അവന് കൊടുക്കുവാൻ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മനസ്സാകണമേ. കാരണം നാം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോവുകയുമില്ല. നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളുടെ ഏതവസ്ഥയിലാണ് നമ്മുടെ മരണമെന്നും നമുക്കറിയത്തില്ല. ഇവിടുന്ന് എന്തെല്ലാം വലിച്ചു വാരിക്കുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. പിന്നെയോ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന ഓരോ നന്മയുടെയും ഓരോ സൽപ്രവൃത്തികളുടെയും ഫലം ദൈവത്തിന് മുമ്പിൽ ഓരോ മുത്തുമണികളായി മാറ്റപ്പെട്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, മറ്റുള്ളവരുടെ നന്മ കാണുവാൻ, മറ്റുള്ളവരെ പറ്റി നന്മ പറയുവാൻ, ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുവാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക എന്ന് അരുളി ചെയ്ത കർത്താവേ, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണമെന്ന് അരുളി ചെയ്ത കർത്താവേ, അതോടൊപ്പം വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഫലമായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വചനം ഇതൊരു കൽപ്പനയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.